മാനസികമായിട്ടും ഒരു ഒരിക്കലും മറികടക്കാനാകുന്ന ഒരു വേദനയിലൂടെയല്ല നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് അറിയാം. പക്ഷേ വീണ്ടും ഇങ്ങനെ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴൊക്കെയും കേൾക്കേണ്ടത് നിങ്ങൾക്ക് പറയാനുള്ളതാണ്. നിങ്ങളാണ് പറയാൻ ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നതും. ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവ് ദയാവധം ചെയ്യാം എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കി കഴിയുകയാണ്. നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശത്തെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ആ കോടതിയുടെ ആ വിധി സ്വീകരിക്കണമെന്നും അത് നടപ്പിലാക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു തെരുവ് നായ അക്രമകാരിയായി കഴിഞ്ഞാൽ അത് പലരെയും കടിക്കും. മനുഷ്യനെന്നില്ല, അവർ കൂട്ടത്തിൽപ്പെട്ട മൃഗങ്ങളെന്നില്ല, എല്ലാത്തിനെയും കടിക്കും. 2 ദിവസം കഴിയുമ്പോൾ അത് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യും. അപ്പം അതിന് ദയാവധം ചെയ്ത് അതിനും നല്ലൊരു മരണം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതിലൂടെ നമ്മുടെ മക്കളെ സംരക്ഷിക്കുകയും മറ്റുള്ള മൃഗങ്ങളെ സംരക്ഷിക്കുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു വിധി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ. ഇപ്പം അന്ന് അക്രമകാരിയായിട്ടുള്ള ഒരു നായയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചത്. ഈ ഒരു വിധി 1 വർഷം മുന്നേ നമ്മുടെ സർക്കാർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നമ്മൾ സംരക്ഷണം ഒരുക്കണം എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് എതിരെ വരുന്ന അക്രമകാരികളായിട്ടുള്ള പല തെരുവ് നായകളെയും തെരുവ് നായ എന്നല്ല, പല മൃഗങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മനുഷ്യരല്ല വലുത്, മൃഗങ്ങളാണ്. അതങ്ങനെ അങ്ങ് പൊക്കോട്ടെ, ഞങ്ങളുടെ കുടുംബത്ത് വരുന്ന കാര്യമല്ല, ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, അങ്ങനൊരു അവസ്ഥ ഞങ്ങൾക്ക് വരില്ല എന്ന് ചിന്തിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നഷ്ടം മറ്റുള്ളവർക്കാണ്. നമുക്കും വരും. ഇന്ന് എനിക്ക് വന്ന നാളെ നിനക്ക് വന്നിരിക്കും, അത് ഉറപ്പാണ്. പലയിടത്തും ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പേവിഷബാധ ഏറ്റു മരിച്ചു, ഇല്ലേ പല വീഡിയോസും കണ്ടിട്ടേ ഉള്ളൂ പേവിഷബാധയിലൂടെ എങ്ങനെ മരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ കണ്ടു വിധയുള്ളൂ. അപ്പം നാളെ ഒരു സമയത്ത് എനിക്ക് വരില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വരില്ല എന്ന് ചിന്തിച്ച് ജീവിച്ചതല്ല ഞാൻ. അത് ആർക്കും അങ്ങനെ ഒരു മരണം കൊടുക്കല്ലേ എന്ന് ആഗ്രഹം. പക്ഷേ എൻ്റെ കുഞ്ഞിന് ആ ഒരു അവസ്ഥ വന്നപ്പോൾ A to Z അവൾക്ക് പട്ടി കടിച്ച അന്ന് മുതൽ അവൾ മരണം കൈവരിക്കുന്ന അന്ന് വരെ ഉള്ളത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വന്നു, ഇനി അവസാനം അതായിരിക്കണം. അതുകൊണ്ട് ഇനി ഒരു കുഞ്ഞുങ്ങൾ ആ അവസ്ഥയിൽ, കുഞ്ഞുങ്ങളെന്നല്ല വലിയ മനുഷ്യനായാലും മുതിർന്ന ഒരാളായാലും അത് ആ ഒരു അവസ്ഥയിലൂടെ ഈ പറയുന്ന തെരുവ് നായ്ക്കൾ പോലും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ വിധിയെ സ്വീകരിച്ചേ പറ്റുള്ളൂ. അതൊന്ന് പിടിക്കുക, അടുത്തടുത്തോട്ട് അതങ്ങ് നിർത്തുക. അതിന് സേഫായിട്ടുള്ള ഒരു ഷെൽട്ടർ ഒരുക്കി ഇങ്ങനെ അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും സംരക്ഷണമായി, നമുക്കും സംരക്ഷണമായി. അത് ചെയ്യാതെ എന്തെങ്കിലും ഇവിടെ ഇപ്പം ഞാൻ പോയി പരാതി കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് പിടിച്ച് അടുത്തടുത്തേക്ക് കൊണ്ടുവിടും. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ചെന്ന് അവർ പുതിയതായിട്ട് പരിചയമില്ലാത്തിടം വരുമ്പോൾ കാണുന്നവരെല്ലാം കയറി കടിക്കും. അതിനകത്ത് എത്ര മൃഗങ്ങൾക്ക് അസുഖമുണ്ട്, എത്ര എണ്ണത്തിന് അസുഖമില്ല. ഇവർ പരസ്പരം കടി ഉണ്ടാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അസുഖം വരെ. കാരണം ഒരു മരുന്ന് കൊണ്ട് മാറാവുന്ന ഒരു അസുഖം അല്ലത്. താൻ ആരാണെന്നോ തനിക്ക് എന്താണ് സംഭവിക്കുന്നോന്നോ അറിയാൻ പറ്റാതെ ഒരു നിമിഷം മൃഗത്തിൻ്റെ സ്വഭാവവും ഒരു നിമിഷം മനുഷ്യൻ്റെ സ്വഭാവവും ഞാൻ കണ്ട് എനിക്ക് കരയാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്ന് പറ്റാതെ, ആ ജീവൻ ഞാൻ എങ്ങനെ തിരിച്ചു പിടിക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാതെ ഞാൻ കൺമുന്നിൽ കണ്ടൊരു വ്യക്തിയാണ്. ജോസ് മാവേലി, തെരുവുനായ സംഘം കൂടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസ് മാവേലി, നമ്മൾ ആദ്യം തന്നെ ഹബീറയെ കേൾക്കാം, നിയ ഫാത്തിമയുടെ ഉമ്മയെ കേൾക്കാമെന്ന് തീരുമാനിക്കുന്ന തന്നെ എത്രത്തോളം ഗൗരവതരമാണ് ഈ വിഷയം എന്നുള്ളത്. അത് എല്ലാവരും ഒരിക്കൽ കൂടി അത് ഓർത്തെടുക്കേണ്ടത്. നഷ്ടമുണ്ടായ ആളുകൾക്ക് മാത്രമാണല്ലോ അതറിയോ. നമ്മൾക്ക് നഷ്ടമുണ്ടാകുന്നവരെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ പക്ഷേ ഈ പറയുന്ന പോലെ കോടതി നിർദ്ദേശം നൽകുന്നു. നേരത്തെ നൽകിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ കോടതി ആവർത്തിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് കൂടുതലായും. പക്ഷേ ഈ ABC കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഉൾപ്പെടെ കോടതി പറയുന്നുണ്ട്. നേരത്തെ അത് കൃത്യമായ തോതിൽ നടക്കുകയാണെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. അപ്പോൾ ആരുടേതാണ് പ്രശ്നം? നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ജഡ്ജിമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ആദ്യമായിട്ട്. കാരണം കോടതിയാണ് ഇപ്പോൾ ഏറ്റവും കാര്യമായിട്ട് ഈ രംഗത്ത് വരുന്നത്. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ ആരും തന്നെ, BJP ആയാലും കോൺഗ്രസ് ആയാലും തന്നെ, സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്നവർ
BJP അനങ്ങുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളും തന്നെ ഈ വിഷയത്തിൽ ഇറങ്ങുന്നില്ല. ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറ്, അദ്ദേഹത്തിന് ഒരു വലിയ മനസ്സുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം ഈ രംഗത്ത് ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്, പല സമരങ്ങളിലും ഞങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. ഈ വിഷയം വളരെ ദാരുണ്യമായ വിഷയമാണെന്നും ഇത് അതി കഠിനമാണെന്നും അദ്ദേഹത്തിനറിയാം. കാരണം നിരവധി പിഞ്ചു ബാല്യങ്ങളാണ് ഇന്നിപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ കടിയേറ്റ് ജീവിതം വഴിമുട്ടി കഴിയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഹബീറ മാഡത്തിൻ്റെ ആ കൊച്ച്, പിഞ്ചു അമ്മയുടെ പിഞ്ചു ബാലിക, ആ മാലാക കൊച്ച്, ആ കൊച്ചിൻ്റെ മരണമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ എത്രയോ കൊച്ചുമക്കൾ ഈ കഴിഞ്ഞ പ്രാവശ്യം മക്കൾ തന്നെ മരണപ്പെട്ടു. അതുപോലെ തന്നെ ചെവി കടിച്ചു കീറിയ കൊച്ചുമക്കൾ, മുഖത്ത് മൂക്ക് കടിച്ചു, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊരു പരിഹാരം കാണുവാനായിട്ട് നമുക്കൊരു സന്തോഷ വാർത്ത പറയുന്നത്, കഴിഞ്ഞ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറ് സഖാവ് ഭരിച്ചിരുന്ന ആ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. അപ്പോഴൊക്കെ അദ്ദേഹം ഒന്നും കേൾക്കുന്നുമില്ല. ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പറഞ്ഞ് നിരവധി തവണ ഞങ്ങൾ സമരം ചെയ്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ പോയി സമരം ചെയ്തു. ഇവരാരും അനങ്ങുന്നില്ല, ആരും കണ്ടപട്ട് കാണിക്കുന്നില്ല. പാവം ഇപ്പോൾ പറഞ്ഞ ഈ കൊച്ചിനൊക്കെ മരണപ്പെട്ടിട്ട് അവരൊന്നും ആ ഭാഗത്തേക്ക് എത്തുന്നില്ല. ഇവിടുത്തെ വിപ്ലവ പാർട്ടികളായ SFI, അതുപോലെ തന്നെ EYFI, KSU, INTUC, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്, അതുപോലെ BJPയുടെ യുവമോർച്ച, ആരും ഇതൊന്നും കാണാത്ത മട്ടിൽ കാണുക. എത്രയോ 2 ലക്ഷം പേരെയാണ് ഈ വർഷം തന്നെ തെരുവുനായ്ക്കൾ കടിച്ചു കയറിയത്. ഇവരൊക്കെ എവിടെ പോയിരിക്കുക? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാനായിട്ട് ഇപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഇത് സുപ്രീം കോടതി വന്നിരിക്കുന്ന വിധി നടപ്പിലാക്കിയാൽ മതി. അതിന് വേറെ സന്തോഷ വാർത്ത പറയുന്നത്, അക്രമകാരികൾ തെരുവുനായ്ക്കളെ ദയാവധം ചെയ്യാമെന്ന് പറയുന്ന ആ വിധി വീണ്ടും എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഷെൽട്ടറാക്കുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ABC റൂള് വന്ധീകരിച്ച തെരുവുനായ്ക്കളെ അവിടെ കൊണ്ടുപോയി തന്നെ നിക്ഷേപിക്കാതെ അവരെ ഷെൽട്ടറാക്കുന്ന കാര്യം സുപ്രീം കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഈ വിധികളൊക്കെ വളരെ സാഹചര്യമാണ്. നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കും. ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് വലിയൊരു മനസ്സുണ്ട്, നല്ല ചിന്താഗതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മിക്കവാറും വളരെ പെട്ടെന്ന് തന്നെ ഇതിന് പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയാണ്. ഇനി ഒരു വിധിയുണ്ട്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള വിധി കോടതി നൽകിയിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നടപ്പിലാക്കുന്ന എന്നുള്ളതാണ്. അതായത് ഈ അക്രമകാരികളെ തെരുവുനായ്ക്കളെ ദയാവാദം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. കാരണം നമ്മൾ എന്താ പറയുക, ഈ നായ്ക്കൾ കടിച്ചു കയറുമ്പോൾ അവർ ദയാവാദമാണ് ഏറ്റവും നല്ലത്. അത് സുപ്രീം കോടതി വീണ്ടും എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ ഹൈവേ അതോറിറ്റിക്ക് പവർ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഹൈവേയിൽ പോകുന്ന തെരുവുനായ്ക്കൾ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഹൈവേ അതോറിറ്റിക്ക് പവർ കൊടുക്കുന്നു. അതൊക്കെ വളരെ നല്ല സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവിടെയുള്ള ആ തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കാനുള്ള ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഈ ഗവൺമെൻറ് നടപ്പിലാക്കും, ഒരു സംശയം വേണ്ട. ഇപ്പോൾ ഞങ്ങൾ ഹബീറ മേഡൊക്കെ ഒരുമിച്ച് ഞങ്ങളൊരു സമരത്തിന് ഇറങ്ങി തിരിച്ചാണ്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് പല പ്രാവശ്യം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിവേദനം കൊടുത്തു. അതൊന്നും ഇവർ നടപ്പിലാക്കാതെ ഇപ്പോൾ സന്തോഷ വാർത്ത പറയുന്നത് പുതിയ മുഖ്യമന്ത്രി ഈ രംഗത്ത് വരുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഇത് സാധ്യമാക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറണമെന്ന് പറയാനുള്ളത്, പണ്ട് ഇപ്പോൾ മേനകാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാതൃഭൂമി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മേനകാഗാന്ധി എന്ന് പറയുന്നത് ആരാ? ഇപ്പോൾ അത് യാതൊരു പൗരത്വ ഒരാളല്ലേ, ഇപ്പോൾ മന്ത്രിസ്ഥാനത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിന് അവരെ പോയി ഇൻ്റർവ്യൂ ചെയ്യണേ? അത് വേണ്ട. ഇനി ചാനലുകാരെ അവരെ പിടിച്ച് പൊക്കണ്ട. അവർ പണ്ടേ 2002 വരെ തെരുവുനായ്ക്കളെ കൊന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു 1987-88 കാലഘട്ടങ്ങളിൽ. അന്ന് അവിടുത്തെ പട്ടികളെ, ആ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ കൊല്ലുന്നതിന് നിയമം ഉണ്ടായിരുന്നു. 50 രൂപ മാത്രമേ ഉണ്ടായുള്ളൂ. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക്, ആ പട്ടിയെ കൊല്ലുന്നവർക്ക് 50 രൂപ കൊടുത്താൽ അവിടുത്തെ തെരുവുനായ്ക്കളെ മുഴുവൻ കൊല്ലാമായിരുന്നു. ആ നിയമത്തെ പിന്നെ മാറ്റിയെടുത്തത് ഈ മേനകാഗാന്ധിയും ചില തെരുവുനായ സ്നേഹികളും കൂടിയാണ്. ഉണ്ടാകുമ്പോൾ രണ്ടു ഭാഗവും സംസാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാനാവുകയുള്ളൂ. മൃഗസ്നേഹി എന്ന രീതിയിൽ അവരുടെ പ്രതികരണം, അങ്ങ് പറയുമ്പോൾ ഇതൊക്കെ ചെയ്ത രീതിയിൽ എന്നുള്ള അവരുടെ പ്രതികരണം തേടുക എന്നുള്ളത് ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. കാരണം ദയാവധം നടത്തുന്നതിന് എതിരെ ഉള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാവുകയാണ്. അപ്പൊ അവരോട് പ്രതികരണം നേടണമല്ലോ. എത്ര കോടി ജനങ്ങളുടെ ഈ മേനകാഗാന്ധി കാരണം എത്ര കോടി ജനങ്ങളുടെ ജീവിതം വഴിമുട്ടി എന്നറിയാമോ? പിന്നെ അവരെ പോയി ഇന്റർവ്യൂ ചെയ്യാൻ പാടില്ല ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇപ്പോഴത്തെ ഭരണാധികാരികളെ പോയി ഇന്റർവ്യൂ ചെയ്യൂ, അതിൽ നല്ലത്. അതാണ് പറയുന്നത്. മാധവൻ ചാനൽ ദേശീയമായിട്ട് പറയുന്നതല്ല. മേനകാഗാന്ധി എന്ന് പറയുന്ന ആ ഒരു മേഡം കാരണം ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിപ്പോയി. അങ്ങനെ ഇനി വഴിമുട്ടിക്കില്ല എന്നാണ് പറയാനുള്ളത്. ആരാണ് മേനകാഗാന്ധി? അത് കുറെ നായസ്നേഹികൾ എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ വേറെ വാക്സിൻ കമ്പനികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഭരണാധികാരി എന്നുള്ള രീതിയിൽ മാത്രമല്ല തേടിയിരിക്കുന്നുള്ളൂ. അങ്ങേക്ക് അത് മനസ്സിലാവുന്ന വിചാരിക്കുകയാണ്. ഇപ്പോൾ രതി ദേവി, മൃഗസ്നേഹി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി, നേതാവാണ് അവര്, മൃഗസംഘടനയുടെ നേതാവാണ് അവര്. ഈ മാവേലി ആരാണ്? ചോദിച്ചിട്ടില്ലായിരുന്നു. അല്ല, ഇത് കേൾക്കുമ്പോ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ.
ശരി, അതായത് നിലവിലിപ്പോൾ അതായത് കോടതി ഉത്തരവിനെ മേനകാ ഗാന്ധിയുടെ പ്രതികരണം തേടിയതിലുള്ള പ്രതികരണമാണ് അങ്ങ് നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഈ ഉത്തരവിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? തിരിച്ചടി ഉണ്ടാവുകയാണ് മൃഗസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ? ഹലോ, എന്നോടാണോ? യെസ്, താങ്കളോടാണ്. എന്നോടാണോ? അല്ല, ഞാൻ ഈ മാവേലി പറഞ്ഞ ഒരു കാര്യത്തിനൊന്ന് ഞാൻ ഉത്തരം കൊടുക്കട്ടെ. ഇപ്പൊ ഇങ്ങേര് ചോദിക്കേണ്ടത് മേനകാഗാന്ധി ആരാണെന്ന്. മേനകാഗാന്ധി ലോകം അറിയപ്പെടുന്ന ഒരു മൃഗസംഘടനയുടെ നേതാവാണ്, ചെയർപേഴ്സൺ ആണ് അവര്. പിന്നെ ഈ മാവേലി ആരാണ്? ഒരു പട്ടിപിടുത്തക്കാരനാണ്. ഇയാള് ഈ കുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പോക്സോ കേസ് പ്രതിയാണ്. അപ്പൊ കുട്ടികളെ കൊല്ലണോ പട്ടികളെന്ന് പറഞ്ഞുകൊണ്ട് പട്ടികളെ കുറ്റം പറയാണ്. എന്ത് മാന്യതയാണുള്ളത്? മേനകാഗാന്ധി ആരാണെന്ന്. മേനകാഗാന്ധി ആണെങ്കിൽ ശരി, നിങ്ങളിങ്ങനെ ഒരു ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയായിരുന്നു. ഈ രംഗത്ത് അതായത് തെരുവുനായ്ക്കളെ കൊന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചപ്പോൾ നമ്മുടെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്തു, നിരവധി കള്ളക്കേസ് കൊടുത്തു. പക്ഷെ അതൊന്നും വിലപ്പോവില്ല. എന്റെ രജി ദേവി മാഡം, അതൊന്നും വിലപ്പോവില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാല് ഒരു മനുഷ്യനാവ്, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാവ്. ഏത് കോടതിയാണ് കൊല്ലാൻ പറഞ്ഞിട്ട്? കോടതി പറഞ്ഞിട്ടില്ല കൊല്ലാൻ. നിങ്ങൾ ഉത്തരവുണ്ടോ? ABC റൂൾ പ്രകാരം അതിനകത്ത് ഈ ഏറ്റവും അതിന്റെ നിർദ്ദേശപ്രകാരം അതിന്റെ ഒരു ചട്ടപ്രകാരമുണ്ട്. അതനുസരിച്ച് അതിനെ ഈ അസുഖം വന്നതിനെ ഒക്കെ കൊല്ലാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും കോടതിക്ക് ഭരണഘടനയോ നിയമത്തെയോ മറികടന്ന് ഒരു ഉത്തരവിടാൻ പറ്റില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അങ്ങനെ ഉത്തരവിടണമെങ്കിൽ ഈ കോടതി ആരുടെയെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇത് അധർമ്മത്തിന്റെ അങ്ങറ്റത്ത് നിൽക്കാണ്. സ്വരാജ്യ സ്നേഹം പറയാ, ദേശസ്നേഹം പറയാ, ഒപ്പം ഭരണഘടനയെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേമാതരം പോലും ആരെ അടിച്ചേൽപ്പിക്കരുതെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഈ തെരുവ് നായ്ക്കൾ, നിങ്ങൾ ഈ കോടതി തന്നെ പറയണ്ടേ, ഒന്ന് കേൾക്കോ? അല്ലല്ല, കോടതി തന്നെ പറയണ്ടേ, ഒന്ന് ഞാൻ പറയട്ടെ, കോടതി തന്നെ പറയണ്ടേ സംസ്ഥാനങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന്. ഒന്നും ചെയ്തിട്ട് പിന്നെ പെരുകൂര് ഒന്നത് അവരെയല്ലേ ശിക്ഷിക്കേണ്ടത്, പട്ടികളല്ലല്ലോ, മൃഗസ്നേഹികളെയല്ലല്ലോ. ഞങ്ങൾ ചെയ്യണ്ടേ, ഞങ്ങൾ വന്ധ്യീകരണം ചെയ്യണ്ടേ, ഞങ്ങൾ തന്നെയാണ് കയ്യിൽ നിന്ന് കാര്യം നിങ്ങളുടെ മകളുടെ കൊച്ചാണെങ്കിലും ആലോചിച്ച് നോക്കിയേ. മകളുടെ കൊച്ചാണ് അങ്ങനെ മരണപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾ മനുഷ്യ സ്ത്രീയാണോ? എന്തിനു വേണ്ടി നിങ്ങൾ വാദിക്കണം? ആർക്ക് വേണ്ടിയാ നിങ്ങൾ ആർക്ക് വേണ്ടിയാ വാദിക്കുന്നത്? തെരുവ് നായ്ക്കൾക്ക് വേണ്ടി വാദിക്കുന്നു? ഇത് മനുഷ്യർക്ക് വേണ്ടി വാദിക്കേ. മനുഷ്യർക്ക് വിലയുള്ളത്. ഒരു കൊലയാളി ഉണ്ടല്ലോ, കൊലയാളി സൈക്കോകൾ ഇവിടെ വളരാൻ പാടില്ല. മനുഷ്യത്വമുള്ളവരെ വളരാൻ പാടുള്ളൂ. അതിനാണ് ഒരു ജീവികളെയും അനുകമ്പയോട് മനുഷ്യ സ്ത്രീ ആവുക. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ മനുഷ്യ സ്ത്രീ ആവുക മാഡം. നിങ്ങൾ മനുഷ്യ സ്ത്രീ ആവുക. സുപ്രീംകോടതി പോയിട്ടുണ്ടായി, അവിടെ വിധി എടുത്തില്ല, നിങ്ങൾ കേസ് എടുക്കുന്നില്ല, വിധി തള്ളിപ്പോയി. നിങ്ങൾക്ക് ഇനി ഇയാള് ചെന്ന് കൊല്ലാനും നിങ്ങൾ അകത്തു പോകട്ടാ. കൊല്ലാനും നേരത്തെ പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഇപ്പോഴും പറയുന്ന ഞങ്ങൾ അകത്തുവാൻ തയ്യാറാണ്. എന്റെ മേഡം, ഞങ്ങൾ അകത്തുവാൻ തയ്യാറാണ്. നല്ലതിന് വേണ്ടിയല്ലേ കുറെ പാവങ്ങള്. കോടതി എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ABC കേന്ദ്രങ്ങൾ വീണ്ടും തുടങ്ങണം എന്ന് പറയണേ? എന്റെ പേര് കൊന്നാ പോരെ? ABC കേന്ദ്രങ്ങളിൽ സജീവമാകേണ്ടതുണ്ട്. അപകടകാരികളായിട്ടുള്ള അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യാമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. അല്ല, ഒന്ന് പറയട്ടെ, അക്രമകാരി എങ്ങനെയാണ്? ഈ കോടതി തന്നെ കമന്റിൽ പറഞ്ഞു, ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പ്രശ്നം പറഞ്ഞു. ഏത് ജീവിക്കും ഭക്ഷണം നിഷേധിച്ചു കഴിഞ്ഞാൽ അത് അക്രമകാരിയാവൂലേ? എന്നാൽ പിന്നെ അക്രമകാരികളെ കൊല്ലണം എന്ന് പറയുമ്പോൾ ആദ്യം ശിക്ഷിക്കേണ്ടത് ഈ കോടതിയാണ്. ഞാൻ ജയിലിൽ പോയാലും വേണ്ടില്ല. അത് നിങ്ങൾ